സിനിമയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫെബ്രുവരി മാസം റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശദാംശങ്ങളും വിവരങ്ങളുമാണ്. ഓക്കെ ബെൻ, അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ പുതിയ നിയമത്തെ കുറിച്ചാണ്. ചിത്രത്തിന്റെ പേര് പുതിയ നിയമം എന്നാണ്. ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും നയൻതാരയും വീണ്ടും ഒരുമിക്കുന്നു എന്ന ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ ചിത്രത്തിനുള്ളത്. ഈ ഭാസ്കർ ദ റാസ്കലിനെ വിജയം അനുവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ. അഡ്വക്കേറ്റ് ലൂയി പോത്തൻ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി സ്ക്രീനിലേക്ക് അവതരിക്കാൻ പോകുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ചിത്രത്തിൽ ഒരുപാട് കോടതി രംഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രത്തിനോട് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് ഈ ചിത്രത്തിൽ ഒരു കോടതി രംഗങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. മമ്മൂട്ടിയുടെ തീപാർന്ന ഡയലോഗുകൾക്കും അടിപൊളി പെർഫോമൻസുകൾക്കും തിയേറ്ററിൽ പോയിരുന്ന കൈയിടിച്ച് നമ്മൾക്ക് ചിലപ്പോൾ ഈ വാർത്ത കുറച്ച് നിരാശ പകരും. കാരണം ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മാസ് ഡയലോഗുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ശരിക്കും അത് തന്നെ, അതൊരു പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് അതൊരു നിരാശയാണെങ്കിലും പക്ഷേ ഇതൊരു സാധാരണ എന്റർടൈനർ എന്ന നിലയ്ക്ക് എല്ലാ പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു സാധാരണ ചിത്രം എന്ന നിലയ്ക്ക് എല്ലാവരും ചിത്രത്തെ കൈയടിച്ച് വരവേൽക്കട്ടെ എന്നാണ് ഇന്ന് ഞങ്ങൾ. AK സാജൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ഇന്ന് മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് മറ്റുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അജു വർഗീസ് ഉണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, ബേബി അനന്യ ഉണ്ട്, ഷീലു അബ്രഹാം ഉണ്ട്, രചന നാരായണൻകുട്ടി ഉണ്ട്, അങ്ങനെ എല്ലാരും ഉണ്ട്. ഇത്രയും വലിയൊരു താരനിര അണിനിരക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീതിയും പ്രതീക്ഷകളും അങ്ങ് വാനോളം ഉയരുകയാണ്. ചിത്രം ഒരു അടുത്തൊരു മെഗാ ഹിറ്റ് ആവുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കൂടാതെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രശസ്ത തിരക്കഥാകൃത്ത് S.N. സ്വാമി ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നു എന്നതും പ്രേക്ഷകരെ വാനോളമായവരുടെ പ്രതീക്ഷകൾ ഉയർത്തുവാൻ മറ്റൊരു കാരണമായി തീർന്നിട്ടുണ്ട്. ഈ വർഷത്തെ മെഗാസ്റ്റാറിന്റെ ആദ്യത്തെ ചിത്രം റിലീസ് ചെയ്യുന്നത് ഈ ഫെബ്രുവരി മാസം 12-ാം തീയതിയാണെന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ചിത്രം ഏതായാലും തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക, ചിത്രത്തെ വരവേൽക്കുക. നല്ല ചിത്രമാണെങ്കിൽ ചിത്രത്തെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഒന്നുറപ്പാണ്, ഈ 12-ാം തീയതി, ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി കേരളത്തിലെ തിയേറ്ററിലാകെ അടിച്ച് തകർത്തട്ടിച്ച് പൊളിക്കുമെന്നുള്ള സംശയമില്ല. ആദ്യത്തെ ദിവസവും ഒരാഴ്ചയും എല്ലാം ഫുള്ളായിരിക്കും എന്നുള്ള സംശയമില്ല. ഏതായാലും ചിത്രം നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ചിത്രത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. ചിത്രത്തെ നല്ല അടുത്ത ദിവസം എന്തോട്ടും വേണ്ടാ, ഒരെണ്ണം പോലും നിനക്കൊന്ന് ശരിയാക്കി പറഞ്ഞു വിടുക. ഇതൊക്കെ ഒരു ആൾക്കാർ കാണുന്ന ഒരു ബോധമെങ്കിലും വേണം. പോടാ, നീ എന്നെ പഠിപ്പിക്കല്ലേ, ഒന്ന് പോടാ മരഭൂതമേ.